ആ വർഗീയ വിഷയം ഏറ്റില്ല എന്ന് വേണം തന്നെ പറയാൻ. കേരള സ്റ്റോറി തിയേറ്ററുകളിലേക്ക് വന്നിട്ട് 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ റിലീസ് ചാർട്ട് ചെയ്തിരുന്ന ഈ സിനിമയുടെ തിയേറ്ററുകളെല്ലാം തന്നെ ആസൂത്രണം എടുത്ത് മാറ്റുകയാണ്. ഷോകൾ റദ്ദാക്കുന്നു. പല തിയേറ്ററുകളും ഞങ്ങൾ ഈ സിനിമ കളിക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് ഈ ചിത്രം കാരണം ഉണ്ടാകുന്നു എന്ന് തിയേറ്റർ ഓണേഴ്സ് പറയുന്നു. ആളുകൾ ഈ സിനിമ കളിക്കുന്ന തിയേറ്ററുകളുടെ പരിസരത്ത് പോലും എത്തുന്നില്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തിയേറ്ററുകാർക്ക് തന്നെയാണ് നഷ്ടം. കറണ്ട് ബില്ലും വെള്ള ബില്ലൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഈ സിനിമയെ മാറ്റി നിർത്താൻ തന്നെയാണ് നോക്കുന്നത്. സാക്നേക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം 4-ാം ദിനത്തിൽ ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്നുണ്ടാക്കിയത് 75 ലക്ഷം രൂപയാണ്. ഇന്ത്യ ഒട്ടാകെ തന്നെ ആദ്യ ദിവസം ഈ ചിത്രത്തിന് ഏകദേശം 2 കോടിയോളം രൂപ ഇന്ത്യ ഒട്ടാകെ തന്നെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പോലും ഈ വർഗീയ വിഷം അങ്ങോട്ട് ഏറ്റില്ല എന്ന് വേണം തന്നെ പറയാൻ. കേരളത്തിലെ കണക്കുകൾ അതിദയനീയമാണ്. 1000-ഓ 2000 രൂപയെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം ആദ്യ ദിനത്തിൽ. അതിനുശേഷം പിന്നാലെ എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി മാത്രമായി കുറച്ച് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നെങ്കിൽ പോലും പല ഷോകളും ക്യാൻസലായി പോകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. വർഗീയ വിഷം തുപ്പുന്നത് കാണാനോ അത് കൊള്ളാനോ മലയാളികൾ തയ്യാറാകുന്നില്ല. അതല്ല നമ്മുടെ കേരള സ്റ്റോറി എന്ന് വിളിച്ചു പറയുകയായിരുന്നു ആളുകൾ. വീട്ടിലിരുന്ന് പലരും പ്രതിഷേധിച്ചു. തിയേറ്ററിനുള്ളിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമൊക്കെ ആദ്യ ദിവസത്തിൽ നമ്മൾ കണ്ടതാണ്. പല തിയേറ്ററുകളിലും ബീഫ് വിളമ്പിയും അവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. പല തിയേറ്ററുകളിലും ഈ സിനിമ കാണാനെത്തിയ 2-3 പേരെ ഓടിച്ചു വിട്ടു ഡിവൈഎഫ്ഐ. അങ്ങനെയും ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടും ഉണ്ട്. എന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായി. 28-ാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. 28-ാം തീയതി രാവിലെ തന്നെ ഷോകൾ ആരംഭിച്ചെങ്കിൽ പോലും കേരളത്തിലുടനീളം ഈ ചിത്രം കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യക്കുഞ്ഞ് പോലും തിയേറ്ററിൻ്റെ പരിസരത്ത് പോലും വന്നിരുന്നില്ല. അത് തന്നെയാണ് 4-ാം ദിവസത്തെയും അവസ്ഥ. കേരളത്തിൽ പല തിയേറ്ററുകളിലും ഈ ഷോ ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സിനിമയെ കേരളം ഒട്ടാകെ തന്നെ തള്ളിപ്പറഞ്ഞതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ സിനിമ കാണരുത് എന്നുള്ള രീതിയിലും ഇത് കേരളത്തിൻ്റെ സിനിമയല്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. സംവിധായകനായ അനുരാഗ് കശ്യപ് ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പ്രധാനമായും ഇതൊരു ബുൾഷിറ്റ് പ്രൊപ്പഗാൻഡ എന്നാണ് ഈ സിനിമയെക്കുറിച്ച് അനുരാഗ് കശ്യപ് പറഞ്ഞത്. എന്നാൽ ഇതിന് മറുപടിയായി സംവിധായകനായ കാമാഖ്യ പറഞ്ഞത് സമൂഹത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും ബീഫ് ഇതുപോലെ നിർബന്ധിച്ച് കുത്തിക്കയറ്റുന്നുണ്ടെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം ഇവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന് എന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. ഈ സിനിമയുടെ സംവിധായകനായ ഖമാക്കിയും നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷായും ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 37 സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടാണ് അവർ ആ പ്രസ് കോൺഫറൻസ് നടത്തിയത്. ഇവരെല്ലാവരും ലവ് ജിഹാദിൻ്റെ ഇരകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീകളെ പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ സ്ത്രീകളുടെ മുഖം പലരും മറച്ചു വെച്ചിരുന്നു. ചിലരത് മുഖം റിവീൽ ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്ത്രീകളെല്ലാവരും ഉത്തരേന്ത്യക്കാരാണ്. അവരിലാരും കേരളീയരല്ല, മലയാളികൾ അല്ല. സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം സംവിധായകനോടും നിർമ്മാതാവിനോടും ചോദിച്ചു. നിങ്ങൾ കേരള സ്റ്റോറി എന്ന ടൈറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന 37 സ്ത്രീകളിൽ ഒരാൾ പോലും എന്തുകൊണ്ട് മലയാളിയല്ല എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഞങ്ങൾ സമീപിച്ചിരുന്നു, പക്ഷെ അവർ വരാൻ തയ്യാറായില്ല എന്നതാണ്. എന്തായാലും 5 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ആ പത്രസമ്മേളനം അത് തീർക്കാൻ പോലും കഴിയാതെ സംവിധായകനും നിർമ്മാതാവും ആ സ്റ്റേജ് വഴി ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. കേരള സ്റ്റോറി എന്ന സിനിമ ദേശീയ നിലയിൽ പോലും പ്രശംസയാർജിച്ച സിനിമയാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 2 പുരസ്കാരങ്ങളാണ് അത് കേരള സ്റ്റോറിക്ക് കിട്ടിയത്. മികച്ച സിനിമാറ്റോഗ്രാഫി എന്ന പുരസ്കാരവും കിട്ടി, മികച്ച സംവിധായകൻ എന്ന പുരസ്കാരവും കിട്ടി. ആ സംവിധായകന് ആ ദേശീയ പുരസ്കാരത്തിൻ്റെ തിളക്കം കൊണ്ടാണെന്നറിയില്ല, 2ാം ഭാഗം സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തെ നിർമ്മാണ കമ്പനി തയ്യാറായില്ല. ആദ്യ ഭാഗം സംവിധാനം ചെയ്തത് സുദീപ്തോ സെന്നാണ്. 2ാം ഭാഗമാണ് ഈ കമാഖ്യ നാരായൺ സിംഗ് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമ ഇപ്പോൾ തകർന്നടിയുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ദ കേരള സ്റ്റോറി എന്ന ടൈറ്റിൽ ഇടുമ്പോൾ മലയാളികൾ പ്രതിഷേധിക്കും. കാരണം ഇതല്ല യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഈ സിനിമയെ അപ്പാടെ ബഹിഷ്കരിക്കുന്ന ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ ബഹിഷ്കരണം എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ബോക്സ് ഓഫീസിലെ കളക്ഷൻ പ്രകാരമാണ്. പല തിയേറ്ററുകളിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയും ഉൾപ്പെടെയുള്ള സെൻറ്റേഴ്സിൽ പ്രധാനപ്പെട്ട തിയേറ്ററുകളെല്ലാം തന്നെ ഈ സിനിമ വലിച്ചു. ഓർക്കുക, ഒരാഴ്ച പോലും പിന്നിടുന്നില്ല ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട്. ഈ ശനിയാഴ്ചയാകുമ്പോൾ മാത്രമേ ഈ സിനിമ ഒരാഴ്ച ആവുള്ളൂ തിയേറ്ററിലെത്തിയിട്ട്. കാരണം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് ലാൻഡ് ചെയ്തത്. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഓടിച്ചു വിടുകയാണ്. ആദ്യ ദിനത്തിൽ തന്നെ ഓടിച്ചു വിട്ടെങ്കിൽ പോലും
മറ്റു സംസ്ഥാനങ്ങളിൽ കുറച്ചധികം പൈസ ഉണ്ടാക്കി. അതാണ് ഈ 2 കോടിയുടെ കളക്ഷൻ നമ്മൾ സാക്ടിക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഈ സിനിമയുടെ ഗംഭീരമായ കലാമൂല്യം കൊണ്ട് തകർന്നടിയുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി 2 ബഹിഷ്കരിച്ച് ചവിട്ടിത്തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നു ഇന്ത്യൻ ജനത. കേരളത്തിൻ്റെ കഥയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൊതുസമൂഹം ഒട്ടാകെ ഈ സിനിമയെ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.